വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഷാർജയിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശിയായ അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടത് അതിക്രൂര പീഡനം നമുക്ക് കാണാം. ഭീഷണി മുഴക്കിയതും നമ്മൾ കണ്ടു. എന്നാൽ താൻ അതുല്യെ ഉപദ്രവിച്ചു എന്ന കാര്യം സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു സതീഷിന്റെ വാക്കുകളെല്ലാം. താൻ അതുല്യെ കൊന്നിട്ടില്ലെന്ന് മാത്രമാണ് സതീഷ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തായാലും കൊലക്കുറ്റം ചുമത്തി തന്നെയാണ് സതീഷിനെതിരെ ചവറ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഷമീർ അബ്ദുൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന്. ഷമീർ, എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു യുവതി അവർ നേരിട്ട പീഡനങ്ങൾ പലവട്ടം പറഞ്ഞ് അവരുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോടൊക്കെ പറയുന്നു. പക്ഷേ പലപ്പോഴും ഇടപെടുമ്പോൾ ആദ്യം സംഭവിക്കുന്നത്, ഈ കുടുംബങ്ങൾ ഇടപെടുമ്പോൾ സംഭവിക്കുന്നത്, ഈ പ്രശ്നം പരിഹരിച്ച് വീണ്ടും അവിടേക്ക് തന്നെ മടക്കി അയക്കുകയാണ്. അങ്ങനെയാണ് ഒരു കുട്ടി കൂടി നമ്മുടെ ഇടയിൽ നിന്ന് മരിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും രുചീഷ്, നമുക്കറിയാം ഈ കൊല്ലത്ത് തന്നെയാണ് വിസ്മയ, ഉത്ര, ഇപ്പം വിഭജിക, അതിനുശേഷം ഇതാ അതുല്യ കൂടി വരുന്നു. അറിയാം, ഈ കുട്ടി നിരന്തരം പീഡനത്തിന് വിധേയമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു കാണും. ആ ദൃശ്യങ്ങളൊക്കെ ആ കുട്ടി ഒരു തെളിവിനായി ആ കാലഘട്ടത്തിൽ ശേഖരിച്ച് വെച്ചിരുന്നതായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ ഈ കുട്ടി മരിച്ചതോടു കൂടിയാണ് ആ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഈ കുടുംബം ചവറ പോലീസ് സ്റ്റേഷനിലെത്തി, ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പോലീസ് ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ പരിശോധിച്ചോ ഇതിൽ വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കൊലക്കുറ്റത്തിനടക്കം പോലീസ് കേസെടുത്തത്. കൊലക്കുറ്റം, ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, അങ്ങനെ 3 വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. നമുക്കറിയാം, നേരത്തെ രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പരിഹരിച്ച് കോംപ്രമൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് 4 വർഷം മുമ്പ് ഇത്തരത്തിലൊരു ഗാർഹിക പീഡന കേസ് ശാസ്താംകോട്ട കോടതിയിൽ നിലനിൽക്കുന്നു. അന്ന് കൗൺസിലിംഗിന് വിധേയമായപ്പോൾ ഈ പെൺകുട്ടിയോട് ഭർത്താവിനൊപ്പം പോകണമോ വേണ്ടയോ എന്ന് കൗൺസിലിംഗ് ചെയ്ത ആളുകൾ ചോദിച്ചപ്പോൾ ഈ കുട്ടി പോകാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ വീട്ടുകാർ അപ്പോഴും ഈ പെൺകുട്ടിയെ വിടാൻ തയ്യാറായില്ല. കാരണം ഇയാൾക്ക് ചില സ്വഭാവ വൈകൃതങ്ങളുണ്ട്, ഇയാൾ ചില സമയത്ത് സൈക്കോയെ പോലെയാണ് പെരുമാറുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ വീട്ടുകാർ അന്നേ ദിവസം രാത്രി വീടിൻ്റെ കതകുകൾ അടച്ചു പൂട്ടിയിരുന്നപ്പോൾ ഇയാൾ ഗുണ്ടകളുമായി വന്ന് ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതും ഒക്കെ തന്നെ ഇന്ന് രാവിലെ ഈ സൗണ്ട് ബൈറ്റുകളിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലായതാണ്. പിന്നീട് ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് അയാൾക്കൊപ്പം പോയതും പിന്നീട് അവർ ജീവിച്ചതും നിരന്തരമായ പീഡനത്തിന് പെൺകുട്ടി വിധേയമാവുകയും ചെയ്തത്. ഇതെല്ലാം തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളോടും അതുപോലെ ഈ പെൺകുട്ടിയുടെ അനുജത്തി അഖില ഷാർജയിൽ അടുത്തൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്, അവരോടുമൊക്കെ പങ്കുവെക്കുമായിരുന്നു. പല കാര്യങ്ങളും അമ്മയിൽ നിന്ന് മറച്ചു വെക്കുമായിരുന്നു. അവസാന ദിവസം, അതായത് ഈ മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസം, ഈ പെൺകുട്ടിക്ക് പുതിയ ജോലി ലഭിക്കുന്ന കാര്യമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഈ കുടുംബത്തിനോട് കാര്യങ്ങൾ പങ്കുവെച്ചു. അത് സഹോദരിയോട് പങ്കുവെച്ചു. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് പുതിയ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പണം ആവശ്യപ്പെട്ട് അഖിലയുടെ മുറിയിലേക്ക് ചെല്ലുകയും അഖില ആ പണം നൽകുകയും ആ വസ്ത്രങ്ങളൊക്കെ വാങ്ങി പിറന്നാൾ ആഘോഷിച്ച ഒരു പെൺകുട്ടി, വളരെ സന്തോഷത്തോടു കൂടി മാതാപിതാക്കളോട് സംസാരിച്ച പെൺകുട്ടിയെ പിറ്റേന്ന് പുലർച്ചയോടുകൂടി മരിച്ച നിലയിൽ കണ്ടു എന്ന് പറയുന്നത് തന്നെ ആ കുടുംബത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടിയുടെ വോയിസ് ക്ലിപ്പുകളിലൊക്കെ തന്നെ, സുഹൃത്തുക്കൾക്ക് അയച്ച വോയിസ് ക്ലിപ്പുകളിലൊക്കെ തന്നെ പറയുന്നുണ്ട്, എന്നെ ചവിട്ടിക്കൂട്ടി ഒരു സ്ഥലത്തിട്ടിരിക്കുകയാണ്, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണെന്ന് പറയുന്നു. അതേ കാര്യം മാതാപിതാക്കളോടും സ്വന്തം മകളോട്, 10 വയസ്സുള്ളൊരു മകൾ രുചിഷി കുട്ടിക്ക് ഉണ്ട്, അതുല്യക്കുണ്ട്. ആ മകൾ നാട്ടിലാണ്. ആ മകൾക്ക് പോലും പിതാവിനൊപ്പം താമസിക്കാൻ പേടിയാണ്. ഇത്തരത്തിൽ ഈ വൈകൃതമുള്ള ഒരാളാണ്, അയാൾക്കൊപ്പം താമസിക്കാൻ പേടിയാണ്. അയാൾ രാവിലെ മുതൽ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൂര പീഡനങ്ങളാണ് ആ പെൺകുട്ടിക്ക് നേരെ അയാൾ നടത്തുന്നത്. പലതവണ അവർ മർദ്ദിച്ചിട്ടുണ്ട്. പലതവണ അയാൾ, ഈ നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, അയാൾ ഒരു കത്തിയുമായി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്, പിന്നീട് സ്വയം ശരീരത്തിലേക്ക് ആ കത്തി കുത്താൻ ശ്രമിക്കുന്നു. വളരെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അതും ആ ഭാര്യയെ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് അവിടേക്ക് കൊണ്ടുപോയ ഒരാൾ, നിരന്തരമായ ഭാര്യ വീട്ടിൽ പൂട്ടിയിട്ട ശേഷമാണ് അയാൾ ജോലിക്ക് തന്നെ പോകുന്നത്. ഈ ജോലിക്ക്, അതായത് പുതിയ ജോലിക്ക് സമ്മതിച്ചത്